അപ്പം ഇന്ന് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ 40ാമത്തെ ആനിവേഴ്സറിയാണ്. അപ്പോൾ ഞങ്ങളെ മക്കളെല്ലാവരും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും ഉപ്പാക്കും ഉമ്മാക്കും ചെറിയൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഉമ്മയുടെ ഗിഫ്റ്റ് തന്നെ കൊടുക്കാം. അപ്പോൾ ഉമ്മ ഇപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഉമ്മാക്കൊരു മാക്സിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത ഗിഫ്റ്റ് നമുക്ക് ഉപ്പാക്ക് കൊടുക്കാം. ഉപ്പാക്ക് ഞാനൊരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പാക്ക് ലൈറ്റ് കളർ ഷർട്ടുകളാണ് ഇഷ്ടം. അപ്പോൾ ഉപ്പാക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഷർട്ട്. അപ്പോൾ ഉപ്പ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 14th ആനിവേഴ്സറി നമ്മൾ മക്കളെല്ലാവരും കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ താത്തയും മക്കളെല്ലാവരും വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ ഉമ്മാക്ക് സർപ്രൈസായിട്ട് ഒരു അബായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാനുപ്പയും കൂടിയിട്ടാണ് പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മാക്ക് ആ കാര്യമൊന്നും അറിയില്ല. അപ്പോൾ അത് ഉമ്മാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഉമ്മാക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉമ്മാക്ക് ഇല്ല അങ്ങനത്തെ ഒരു കളർ അബായ. അപ്പോൾ ആ ഒരു കളർ നോക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉമ്മ സർപ്രൈസായിട്ട് ഉപ്പാക്ക് ഒരു ഷർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയുടെ ഗിഫ്റ്റും ഉപ്പാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ നമ്മൾ ഉപ്പും മുളകും പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബിരിയാണിക്കുള്ള സവാളൊക്കെ ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇവിടെ ഉമ്മ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ ഇവിടെ കിടന്ന് ഫ്രൈ ആവണ സമയം കൊണ്ട് നമുക്കിതിലോട്ടുള്ള സവാളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മൾ സവാളൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആയതൊക്കെ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ചിക്കനും കൂടി ഉമ്മ ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പൊരിച്ച അതേ എണ്ണയിലോട്ട് നമ്മൾ സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ ഉമ്മ ഇവിടെ വീട്ടിലെ കുടംപുളിയൊക്കെ ഇവിടെ തട്ട് കെട്ടിയിട്ട് ഉണക്കുന്നുണ്ട് അടുപ്പിൻ്റെ മുകളിൽ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3-4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 12 പച്ചമുളക് നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കിലോ റൈസാണ് നമ്മളിവിടെ വെക്കുന്നുണ്ടായിരുന്നത്. 2 ചിക്കനും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി പച്ചമുളകിൻ്റെ ഒരു കുത്തുമണമൊക്കെ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറിലോട്ടുള്ള വെള്ളം വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഓൾ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഇവിടെ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരി നമ്മളൊരു 1/2 hour മുന്നേ തന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്താനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 5-6 ടീസ്പൂൺ ഉപ്പ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് മല്ലിയിലയും പുതിനയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ടുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ മസാലപ്പൊടികളൊന്നും നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുക്കണില്ല. ഇനി നമുക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ചിക്കനൊന്നും പൊടിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൈരും കൂടിയും ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മസാല കൂടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കതൊന്ന് ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് നമ്മളിവിടെ നെയ്യിലാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ട് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റൈസൊക്കെ ഒന്ന് ദമ്മിടാം. അപ്പോൾ നമുക്ക് ആദ്യം മസാല ഇട്ട് കൊടുക്കാം അടിയിലോട്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസൊക്കെ മസാലയുടെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറേശ്ശെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയും കൂടി നമ്മൾ കുറച്ച് മുകളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്ക് അടുത്ത ലെയറിൽ വീണ്ടും കുറച്ച് മസാല ചിക്കൻ്റെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത ആ നെയ്യ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കുറച്ച് മല്ലിയിലയും പുതിനയൊക്കെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മൂടിയിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ആ തീക്കനലൊക്കെ ഒന്ന് കോരി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1 hour ഇതിങ്ങനെ ദമ്മിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് കളർ പേപ്പേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയൊരു ഡെക്കറേഷൻ പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ ചമരുമ്മ ഒട്ടിച്ച് നമ്മളിവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കേക്ക്. അപ്പോൾ കേൾക്കുമ്പോൾ ഉപ്പാടും ഉമ്മാടേയും പഴയ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പമ്മയൊക്കെ നല്ല ഹാപ്പിയാണ്. അപ്പോൾ അതവർ കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഉപ്പാക്കും ഉമ്മാക്കും കേക്കൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ ഇക്കതവിടെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു കേക്ക് കട്ടിങ്ങൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഫുഡ് വിളമ്പുകയാണ്. അപ്പോൾ ചിക്കനും റൈസൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ബ്രദറോട് ഉണ്ടായിരുന്നില്ല, ആൾ തിരുവനന്തപുരത്ത് പോയേക്കാണ്. അപ്പോൾ ഇക്ക വരാൻ വേണ്ടിയിട്ട് നേരം വഴുകും. അപ്പോൾ അതുകൊണ്ട് ഉമ്മ ആദ്യം തന്നെ ഇക്കക്കുള്ള റൈസോടെ മാറ്റി വെക്കാണ്. അപ്പോൾ അതെല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി നമ്മളിവിടെ കഴിക്കായിരുന്നു. അപ്പോൾ അളിയനും മക്കളും താത്ത എല്ലാവരും ഉണ്ട് വീട്ടിൽ. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു ഇന്നത്തെ ഒരു ഡേ. ഉപ്പയമ്മയൊക്കെ ഒരുപാട് ഹാപ്പിയായി, നല്ല രസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.